ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് മാംഗോ സ്ക്വാഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഇഫ്താറിന് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി മാംഗോ സ്ക്വാഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി 2 കിലോ നന്നായി പഴുത്ത മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒന്നും ചേർക്കാതെ വേണം കേട്ടോ അടിച്ചെടുക്കാൻ. ഇനി നമുക്ക് സ്ക്വാഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി 1 കിലോ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് വെള്ളമാണ്. ഞാനിവിടെ 1 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൂടി നമുക്ക് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 കിലോ മാങ്ങയിലേക്ക് 1 കിലോ പഞ്ചസാരയും 1 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരണം, വെള്ളം തിളച്ച് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാര പാനി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാംഗോ പൾപ്പും പഞ്ചസാര പാനിയും നന്നായി ഒന്ന് യോജിച്ച് വരണം. ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഒരു 3 മിനിറ്റോളം നന്നായി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഈ സ്ക്വാഷിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നാരങ്ങനീരാണ്. അപ്പോൾ നാരങ്ങനീര് ഞാൻ 6 ടേബിൾ സ്പൂണാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നാരങ്ങനീര് ചേർത്താൽ മാത്രമേ നമ്മുടെ സ്ക്വാഷ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഇനി ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്താണല്ലോ കുടിക്കുന്നത്. അപ്പോൾ നല്ലൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്ക്വാഷ് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ലെമൺ ജ്യൂസ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് ചേർക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ലെമൺ ജ്യൂസ് ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ മാംഗോ സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാംഗോ സ്ക്വാഷ് തണുത്തതിന് ശേഷം അരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ബോട്ടിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് വെച്ച് എങ്ങനെയാണ് മാംഗോ ജ്യൂസ് റെഡിയാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ഭാഗം സ്ക്വാഷ് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കി ഭാഗം നമുക്ക് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മാംഗോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഫ്താറിനൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണിത്. നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് ഈ മാംഗോ സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ 1 മാസത്തോളം നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത കാരണം നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. ഫ്രണ്ട്സുമായി ഷെയറും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നാളത്തെ നമ്മുടെ സ്പെഷ്യൽ ഇഫ്താർ റെസിപ്പി പാൽ പൊരിച്ചതാണ്. അപ്പോൾ അത് കാണാൻ ആരും മറക്കല്ലേ. Thank you.